രമേശ, എന്താടാ? എടാ നിനക്ക് നാണം ഉണ്ടാടാ വാടക തരാൻ എന്റെ വീട്ടിൽ കിടക്കാൻ? എനിക്ക് നാണം ഇല്ലടാ, അതുകൊണ്ടല്ലേ വാടക തരാത്തത്. എടാ നിന്റെ ഭാര്യ എത്തണ്ടടാ. എന്താടാ എന്താടാ? എടാ എന്നാ അവളോട് പറഞ്ഞ എന്റെ വാടക എങ്ങനെയൊന്ന് മേടിച്ചാടാ. എന്തിനാ അവളോട് പറഞ്ഞത്? നിന്റെ ഭാര്യ പറഞ്ഞാലും നീ കേക്കുന്നടാ നാട്ടുകാര് പറയണത്. നീ ഒതുക്കാൻ ഗുണ്ടേനെ കൊണ്ടുവരുന്ന പറഞ്ഞിട്ട് റോഡറായിട്ടാണ് വന്നേക്കണ. എടാ ഇവൻ ആരാണെന്ന് നിനക്ക് അറിയാമോ? ആരാ? എടാ ഇതാടാ തൊരപ്പം ബാസ്റ്റിൻ. എന്താടാ എടാ തൊരപ്പനുള്ള പേരൊന്ന് മാറ്റാമോ? തൊരപ്പൻ എനിക്ക് പേടിയാണ്. നീ എന്റെ മാനം കളയരുത് കേട്ടോ. നീ ഒന്ന് പേടിപ്പിച്ചേ. ഇവനാണാ നീ പറഞ്ഞ വാടക തരാതെ താമസിക്കുന്നവൻ? നിനക്കെന്നെ മനസ്സിലായില്ലല്ലേ? ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചക്ക് വരെ എന്നെ അറിയാം. മൃഗങ്ങൾ അതിന്റെ വർഗ്ഗങ്ങളെ തിരിച്ചറിയുന്നു പറഞ്ഞ് ഞാൻ അറിയണമെന്ന് വല്ല നിർബന്ധമുണ്ടാ? അവൻ എന്നെ മൃഗമെന്ന് വിളിച്ചടാ. എടാ ഇവനെ കുത്തി കൊടലുമാല എടുക്കണ ആളാണ്. എന്നാലേ എന്റെ കയ്യിൽ കുറച്ച് മുക്കുമാലയുണ്ട്, പുള്ളിനോട് അതൊന്ന് എടുക്കൊന്ന് നോക്കിയോ? ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം. നീ വാടക വീട്ടിൽ നിന്ന് ഒഴിയോ ഇല്ലയോ? ഇല്ല. എന്ത് ചങ്കുറ്റാടാ അവന്? നമ്മുടെ ഗുണ്ടാ സംഗതി ചേർത്തല്ല. നീ മര്യാദക്ക് അവളെ പേടിപ്പിച്ച് ഒളിപ്പിച്ച. പാൻപരാഗ് പോയേ ഒന്നൂതി തന്നെ ആരെങ്കിലും. അത്ര ഉള്ള കണ്ണൂർന്നേ ആ ഉത്തരട്ടാ. ശരിയായ അടിപൊളി. നീ ഇവിടെ എന്നെ ഇറക്കാൻ വേണ്ടി ഒരു മാസം കൊണ്ടിട്ട് വന്നില്ലേ? എന്റെ അടുത്ത് കൊണ്ടാ ഒരു കൊലമാസ ഐറ്റം. ആരടാ തേങ്ങാ കൊലമാസ ഐറ്റം? ഞങ്ങളുടെ അണ്ണൻ കേണൽ. വർഷങ്ങളായിട്ട് വാടക കൊടുക്കാതെ സുഖമായി ജീവിക്കുന്ന ഞങ്ങളെ ഒരു വാടക കൊണ്ടുവിട്ട് ഒഴിപ്പിക്കാൻ നോക്കുന്ന അണ്ണ. ഈ അനീതിക്കെതിരെ പട പൊരുതില്ലേ അണ്ണ, എന്റെ കേണലണ്ണ. നീ പറഞ്ഞ കൊലമാസ ഐറ്റം ഈ കിളവനാണ്. അപ്പൊ നിങ്ങളാണ് ഇവരെ ശല്യം ചെയ്യുന്ന ഇവിടുത്തെ പാകിസ്ഥാൻ ചാരനല്ലേ? കഥകൾ മാത്രം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗംഗയ്ക്ക് ഞാൻ ഒരു കഥ പറഞ്ഞു തരട്ടെ. അത് വേണോ? വേണം. എടാ ശരിക്കും സർക്കസ് കണ്ടുപിടിച്ചത് ആരാ? ഞാനാടാ. 1862 നമ്മുടെ ജിൻഡോ സർക്കസിന്റെ ഓണർ വിളിച്ചിട്ട് പറയണ്, എന്റെ പൊന്നു കേണല്, എന്റെ പ്രാസ കോമഡി ഇഷ്ടപ്പെടുന്ന കുറച്ച് സിംഹങ്ങൾ നീ കൊണ്ടുതരുമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല, കാരണം ഞങ്ങൾ അത്ര ഫ്രണ്ട്സ് ആണ് ഞങ്ങള്. അങ്ങനെ ഞാൻ നേരെ ഒരു കൊടുങ്കാട്ടിലേക്കാണ് ചെന്ന് പെട്ട്. കാടിന്റെ ഒത്ത നടക്കുന്ന പെണ്ടില്ല, എനിക്ക് ദിക്കറിയാൻ പറ്റാണ്ടായി പോയി. ദിക്കറിയരുത്, നരയിക്കണം താൻ അവിടെ കിടന്നു. കാരണം വഴി തെറ്റി കിടക്കണ ഞാൻ. എനിക്ക് രക്ഷപ്പെടാൻ ഒരു നിവൃത്തിയില്ല. ക്രൂര മൃഗങ്ങളാണ് ചുറ്റും നിൽക്കണത്. ഇപ്പുറത്താനാക്കോണ്ട ഇപ്പുറത്താനക്കൂല. അവസരത്തിൽ ഞാൻ നോക്കുമ്പോ അങ്ങകല്ലേ ഒരു റാന്തൽ വിളക്ക് തെളിഞ്ഞൊരു വെട്ടം ഞാൻ കണ്ട്. നേരെ ഞാൻ ആ റാന്തൽ വെട്ടത്തിനെ ലക്ഷ്യം വെച്ച് അങ്ങോട്ട് നീങ്ങി. അവിടെ ചെന്നപ്പോ ഒരു ചെറിയ കുടിലടാ. ആ കുടിലിനകത്തേക്ക് ഇപ്പൊ എന്താ കണ്ട കാഴ്ച? എന്താണ്? ഒരു സിംഹം റാന്തലായിട്ട് ഇങ്ങനെ നടക്കണ ഇങ്ങനെ. കാരണം അതിന് വയസ്സായി, പിന്നെ ഓടിച്ചിട്ട് അറിയപിടിക്കാൻ പറ്റൂല. അപ്പൊ ഈ റാന്തൽവട്ടം കാണിച്ചിട്ട് കുടിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ കൊന്ന് തിന്നലാണ് പുള്ളിയുടെ പരിപാടി. എന്തായാലും സിംഹം എന്നെ കൊല്ലുന്നുള്ള കാര്യം ഉറപ്പായി. കൊല്ലണം. ആ സമയത്ത് ഞാൻ സിംഹത്തിന് മുന്നിലേക്ക് ഒരു ഓഫർ അങ്ങോട്ട് വെച്ച്, ഡെയിലി 5 കിലോ ഇറച്ചി 300 രൂപ ടീയും തരാം, എന്റെ കൂടെ പോരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. ഷേടാ അപ്പൊ ഈ സിംഹനോട് കരഞ്ഞോണ്ട് പറയടാ, എന്റെ പൊന്നു കേണലെ, ഈ സട കൊഴിഞ്ഞു വെക്കുന്ന ഞാൻ എങ്ങനെ വരും? അപ്പൊ സിംഹത്തിന്റെ തലയിലൊന്നും മുടിയില്ല, കൊഴിഞ്ഞു പോയിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, സിംഹം പേടിക്കണ്ട, ഞാൻ ഒരു ഹെയർ ഫിക്സിംഗ് സെറ്റ് ചെയ്ത് തരാം, മാത്രമല്ല ഒരു മലയാള സിനിമയിൽ ചാൻസ് മേടിച്ചു തരാന്ന് പറഞ്ഞു. എടാ നമ്മുടെ നരസിംഹം സിനിമയില് മോഹൻലാലിന്റെ പുറകെ ഒരു സിംഹത്തിനെ കണ്ടില്ലേ? അത് ഈ സിംഹോടാ. ഷേടാ അന്ന് പോവില്ലെന്ന് ഞാൻ അതങ്ങോട്ട് പറഞ്ഞു തീർക്കട്ടെ. അവന്മാർ പോയിക്കളഞ്ഞല്ല, എന്നാ പിന്നെ ഇവരോട് പറയാം. ഷേടാ ഇനി ഈ കഥ ഞാൻ ആരോട് മുഴുവിപ്പിക്കും? ഇനി ഈ കഥ ഞാൻ നിങ്ങളോട് പറയും. കറണ്ട് പോയില്ലടാ. എന്തായാലും നിങ്ങൾ ഫുഡ് കഴിക്കാൻ വരുമല്ല, അവിടെ ഇട്ട് ഞാൻ പിടിച്ചോളാം.